ഏലിയാവെന്ന ദൈവപുരുഷനെ സരാഫത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കുമ്പോൾ സരാഫത്തിൽ ഈ വിധവയായ സഹോദരിയുടെ അടുക്കൽ ഏലിയാവ് നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ അവളോട് അല്പം വെള്ളം കുടിക്കുവാൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, യജമാനനെ, ഇന്ന് ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ ബാഡാണ്, മോശമാണ്. കാരണം കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനിരിക്കുകയാകുന്നു. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ കൃത്യസമയം. നിങ്ങൾക്കിത് കഥയായിരിക്കാം, ചരിത്രമായിരിക്കാം, വചനമായിരിക്കാം. പക്ഷേ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇത് പലരുടെയും അനുഭവമാണ്, പലരുടെയും ലൈഫാണ്. മരിക്കാൻ തീരുമാനിച്ച സമയത്ത്, ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തിച്ച സമയത്ത്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സമയത്ത്, പിശാചിന്റെ നിരാശയുടെ പടുകുഴിയിൽ മുക്കിയ സമയത്ത്, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെയും തന്റെ വചനത്തെയും തന്റെ ആലോചനകളെയും നിന്റെ അടുക്കൽ അയച്ച്, യൂട്യൂബിലെങ്കിൽ അങ്ങനെ, ഫേസ്ബുക്കിലെങ്കിൽ അങ്ങനെ, വാട്സാപ്പിലൂടെ കിട്ടിയ വീഡിയോ എങ്കിൽ അങ്ങനെ, നേരിട്ടെങ്കിൽ അങ്ങനെ, പ്രാർത്ഥനയിലൂടെങ്കിൽ അങ്ങനെ, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ സ്വർഗം നിന്നിൽ വെളിപ്പെടുത്തിയതിനാൽ നീ പോലും അറിയാതെ, താങ്കൾ പോലും അറിയാതെ, സഹോദര സഹോദരി, എത്രയോ പൈശാചിക മണ്ഡലങ്ങളെ, മരണത്തിന്റെ ദുരാത്മാവിനെ, മരണദൂതനെ, പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് നിങ്ങൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ടെന്നറിയുമോ? ഇവിടെയും ഈ സഹോദരി മരിക്കുവാൻ തീരുമാനിച്ചതിന്റെ അന്ന്, ആ കൃത്യസമയത്ത്, എല്ലാരും ഒന്ന് പറഞ്ഞേ, കൃത്യസമയത്ത്. അന്ന് ഏലിയാവ് അവിടെ വന്നില്ലെങ്കിൽ, അന്ന് അവളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ, അന്ന് ഈ പറയപ്പെട്ട സംഭവം അവിടെ ഉണ്ടായില്ലെങ്കിൽ, ആ കുടുംബത്തിൽ 2 മരണങ്ങൾ നടക്കുകയാണ്. ആ സ്ത്രീയും കുഞ്ഞും മരിക്കുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നത്? ആത്മഹത്യ ചെയ്യാണ്. ആത്മഹത്യ ചെയ്തവൻ സ്വർഗത്തിൽ പോവോ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവൻ പോകില്ല. അവൻ നിത്യനരകത്തിൽ നിബന്ധിക്കും. അവന്റെ ആത്മാവ് നിത്യനരകത്തിൽ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ ഓർക്കണം, അവൾക്ക് എത്ര വിടുതലാ ലഭിച്ചത്. അവളുടെ ഭൗതിക വിഷയത്തിന് വിടുതലുണ്ടായി, ഏറ്റവും പ്രധാനമായി അവളുടെ ആത്മാവിന് വിടുതലുണ്ടായി. ആത്മാവിന്റെ വിടുതലല്ലേ ഏറ്റവും വലുത്? ആത്മാവിന്റെ രക്ഷയല്ലേ ഏറ്റവും വലുത്? അതും ആ സഹോദരിക്ക് ലഭ്യമാകുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഏലിയാവിന്റെ കാലത്ത് സരഫത്തിലെ വിധവയുടെ വീട്ടിലും സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യസമയമായിരുന്നു.